ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഇഡ്ഡലി കൊണ്ടൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് നമുക്ക് ഇഡ്ഡലി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മുറിച്ച് വെച്ച ഇഡ്ഡലി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാവേ. നല്ലോണം നമുക്ക് അതിൻ്റെ വെള്ളാംശം പോകുന്നത് നല്ലോണം ഇളക്കിയ ശേഷം നമുക്ക് അതെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഒരു എരിവിനനുസരിച്ച് ഒരു മുളക്, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും സാധനം നമുക്ക് ഒരു പാൻ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം വഴറ്റാം. അത് വഴണ്ട് വരുമ്പോൾ പച്ചമുളകൊക്കെ നല്ലോണം വഴണ്ട് വരണം. അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് അരിയണം. അതിന് ശേഷം ഉള്ളി നല്ലോണം വഴഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അത് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ സെറ്റായി വരണം. തക്കാളി നല്ല പച്ചമണം ഒക്കെ മാറി നല്ലോണം വാടി വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പം നമ്മുടെ വീട്ടിലെ മക്കൾക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിളായ റെസിപ്പിയാണ്. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇവയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റാം. അത് നല്ലോണം ആയ ശേഷം മസാലയൊക്കെ മൂത്ത് നല്ല സെറ്റായ ശേഷം നമ്മളെടുത്ത് ഇഡ്ഡലി എത്രയാണോ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ്, കാരണം 5 ഇഡ്ഡലി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ മസാല എല്ലാം മൂത്തതിന് ശേഷം മാത്രം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടോ, അപ്പോൾ നല്ലോണം തിളച്ച ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ വറ്റി അടിപൊളിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.